ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തமான മിസ്സാണ്. ഓക്കെ, മക്കളെല്ലാവരും നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് ഓരോ ചാപ്റ്റർ ആയിട്ട് ഇങ്ങനെ റിവൈസ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിങ്ങനെ വർക്കൗട്ട് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ മുതലേ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവില്ലേ, ആദ്യത്തെ ചാപ്റ്ററിലെ കുറേ കാര്യങ്ങൾ എന്നോട് മറന്നു പോയല്ലോ, ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ടെൻഷനിലായിരിക്കും എൻ്റെ കുട്ടികൾ എല്ലാവരും ഉണ്ടായിരിക്കുക. ഒരു പേടിയും വേണ്ട, നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ആയാലും അതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. പിന്നെ മക്കൾ എന്ത് ചെയ്യണം, ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ, ഒരു ലൈവ് പോലും മിസ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും കാണണം. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാരലൽ ലൈൻസ് അല്ലെ, സമാന്തര വരകൾ എന്നുള്ള ചാപ്റ്ററിലൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങളെ മെയിൻ എക്സാമിന് ചോദിക്കുന്നുണ്ട്. പക്ഷെ പിക്ചർ കാണുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് ചിലപ്പോൾ തോന്നുമായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചോദ്യത്തിലേക്ക് പോകാം അല്ലെ. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. ബോർഡിൽ ചിലപ്പോൾ ഒന്ന് ക്ലിയർ ആവുന്നുണ്ടാവില്ല, ഞാനൊന്ന് സൂം ചെയ്ത് തരാം. പിക്ചർ ഒന്നുകൂടെ നമ്മൾ വരച്ചിട്ട് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ എന്നെ മക്കളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, എന്താണ് ചോദ്യം? ഇൻ ദ ഫിഗർ AD ഈസ് പാരലൽ ടു EF. ഇവിടെ AD എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്, അത് EFന് പാരലൽ ആണ്, ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്, ആംഗിൾ BCD എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം ഏതാണ് ആംഗിൾ BCD എന്നൊക്കെ. ഫൈൻഡ് ദ മെഷർ ഓഫ് അതർ ആംഗിൾ ഓഫ് ട്രയാങ്കിൾ BCD. ആ ട്രയാങ്കിൾ BCD ഉള്ള ബാക്കിയുള്ള രണ്ട് ആംഗിൾ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്താ, വിച്ച് ഈസ് ദ ലീനിയർ പെയർ ഓഫ് BDC. BDC എന്ന് പറഞ്ഞ ആംഗിളിന്റെ ലീനിയർ പെയർ, രേഖീയ ജോഡി ഏതാണ്? ഫൈൻഡ് ദ മെഷർ ഓഫ് EFD. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ചോദ്യം. ഇപ്പൊ പിക്ചർ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഒരു പിക്ചർ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ, എക്സാമിന് തരുന്നതെങ്കിൽ, എൻ്റെ മക്കൾ കുറച്ചുകൂടെ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് ആ പിക്ചർ ഒന്ന് മാറ്റി വരയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പൊ നിങ്ങൾ മാറ്റി വരച്ചു കഴിഞ്ഞാൽ അല്ലേ, മാറ്റി വരച്ചാൽ ഇതാ ഇതേപോലെ ഉണ്ടായിരിക്കും. ആ പിക്ചറിൻ്റെ അകത്ത് കൊടുത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ABCD എന്നങ്ങനെ പേരൊക്കെ നിങ്ങൾ മാറാതെ തന്നെ കൊടുക്കുക. അതിൽ ആദ്യത്തെ ചോദ്യം എന്താ, ഫസ്റ്റ് ചോദ്യം എന്തായിരുന്നു, ആംഗിൾ BCD എത്ര? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, BCD കണ്ടോ, BCD ഇതാണ് ആംഗിൾ. കണ്ടെത്താൻ വളരെ എളുപ്പമാണ്, കാരണം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിനെ മറ്റൊരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്, ഒരു ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു രേഖീയ ജോഡിയിൽ ഒരു ആംഗിൾ തന്നിട്ടുണ്ടല്ലോ, യെസ് 120 ആണ്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 180 നിന്ന് അല്ലെ, 180 നിന്ന് 120 മൈനസ് ചെയ്താൽ മതി. എത്ര കിട്ടും, 60 ഡിഗ്രി 60 ഡിഗ്രി എന്ന് ഈ ഒരു കുഞ്ഞ് ആംഗിൾ കിട്ടിയിട്ടുണ്ടാവും. കണ്ടോ, ഒന്നാമത്തെ ചോദ്യം നമ്മൾ ചെയ്തു, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റി. രണ്ടാമത്തെ ചോദ്യം എന്താ, രണ്ടാമത്തെ ചോദ്യം, ത്രികോണം BCDയിലെ മറ്റ് രണ്ട് കോണുകൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ട്രയാങ്കിൾ നിങ്ങൾ നോക്കിയല്ലോ, ഏതാണ് ട്രയാങ്കിൾ, ഇതാണ് നമ്മളെ ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിന്റെ ബാക്കിയുള്ള ഈ രണ്ട് ആംഗിളും കണ്ടുപിടിക്കണം. അതും വളരെ സിമ്പിളാ, കാരണം അവിടെയും ഒരു ലീനിയർ പെയർ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഏതാണ് ആ ലീനിയർ പെയർ? ദേ ഈ ലൈനിനെ മറ്റൊരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഇവിടെയും ഒരു ലീനിയർ പെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, രേഖീയ ജോഡി. അതിൽ ഒരു ആംഗിൾ 110 ആണെന്ന് തന്നു, ബാക്കിയുള്ള ആംഗിൾ എത്ര, എങ്ങനെ കണ്ടുപിടിക്കാം? 180 നിന്ന് എന്ത് കുറച്ചാൽ മതി, 110 കുറച്ചാൽ മതി. ഈ ആംഗിളിന്റെ പേരെന്താടാ, ആംഗിൾ CBD അല്ലെ. അപ്പൊ ആംഗിൾ CBD കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്തു, യെസ് 180 നിന്ന് 110 മൈനസ് ചെയ്തു, എനിക്ക് 70 ഡിഗ്രി എന്ന ആൻസർ കിട്ടി. 70 ഡിഗ്രി ശരിയല്ല, 70 ഡിഗ്രി കിട്ടി. ഇനി അടുത്ത ഓപ്പോസിറ്റ് ഒരു ആംഗിൾ കൂടെ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള 3 ആംഗിൾ കൂട്ടിയാൽ 180 ആണ്. അപ്പൊ എന്ത് ചെയ്യണം, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യെസ് നമുക്ക് മൂന്നാമത്തെ ആംഗിൾ ആയിട്ടുള്ള CDB അല്ലെ, ആംഗിൾ CDB കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 180 നിന്ന് ഈ ബാക്കിയുള്ള രണ്ട് ആംഗിളും ആഡ് ചെയ്തിട്ട് കുറച്ചാൽ മതി. അപ്പൊ ആഡ് ചെയ്ത് നോക്കിക്കോ എത്ര വരും, 60യും 70യും ആഡ് ചെയ്തത് 180 നിന്ന് കുറയ്ക്കുക. 180 മൈനസ് 60 70 ആഡ് ചെയ്താൽ എത്ര വരും, 130 എന്ന് വരും അല്ലെ. അപ്പൊ എത്ര കിട്ടി എനിക്ക്, 50 ഡിഗ്രി 50 ഡിഗ്രി എന്ന് മൂന്നാമത്തെ ആംഗിൾ കിട്ടിയിട്ടുണ്ടാവും. വളരെ എളുപ്പത്തിൽ നമ്മൾ B ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു. ഇനി അടുത്ത ചോദ്യം, C ക്വസ്റ്റ്യൻ എന്തായിരുന്നു? C ക്വസ്റ്റ്യൻ നോക്കിക്കേ, ആംഗിൾ BDCയുടെ രേഖീയ ജോഡി ഏതാണ്? അതും വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലെ. ആംഗിൾ BDC കാണുന്നുണ്ടോ, BDC ഇതാണ് ആംഗിൾ BDC. അതിന്റെ ലീനിയർ പെയർ എങ്ങനെ കണ്ടുപിടിക്കാം, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ആ സ്ട്രെയിറ്റ് ലൈനെ മറ്റൊരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നു അല്ലേ. അങ്ങനെ ആയപ്പോഴാണല്ലേ മറ്റൊരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായ ആംഗിൾ ആണ് ആംഗിൾ BDC. അതിന്റെ ലീനിയർ പെയർ ആണ് ഈ ആംഗിൾ, കുഞ്ഞ് ആംഗിൾ. അത് കണ്ടുപിടിച്ചൂടെ, ഈ ഒരു ആംഗിൾ ആണ് അതിന്റെ ലീനിയർ പെയർ. ആംഗിളിന്റെ പേര് എഴുതാനാണ് നമ്മളോട് പറഞ്ഞത് അല്ലെ. അപ്പൊ ആംഗിൾ എങ്ങനെ വരും,
ബി ഡി എഫ് എന്ന് വരും. ബി ഡി എഫ്. അപ്പൊ ആംഗിൾ ബി ഡി എഫ് ആണ് അതിന്റെ ലീനിയർ പെയർ. അപ്പൊ ലീനിയർ പെയർ എത്രയാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. എത്ര വരും? 130 ഡിഗ്രി ആയിരിക്കും അല്ലെ, 130 ഡിഗ്രി. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണത്. 130 ഡിഗ്രി, 130 ഡിഗ്രി ബി ഡി എഫ്. ഏറ്റവും ലാസ്റ്റ് ഒരു ചോദ്യോടെ ഉണ്ട് അല്ലേ, അത് ഞാൻ ചെയ്യേണ്ട, നിങ്ങൾ എന്നെ ചെയ്ത് കണ്ടുപിടിച്ചോളൂ. ആംഗിൾ ഇ എഫ് ഡിയുടെ അളവ് കണ്ടുപിടിക്കുക. അപ്പൊ നോക്കാം, ആംഗിൾ ഇ എഫ് ഡി എവിടെ? ഇ എഫ് ഡി. ഇത് നമ്മളെ ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. ഈ ആംഗിൾ, ഈ കുഞ്ഞ് ആംഗിൾ കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ചോദിച്ചത്. ഈ മൂലയിലുള്ള ആംഗിൾ അല്ലെ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ മാർഗമുണ്ട്. എന്താ? ഈ രണ്ട് ലൈൻസുകളും പാരലൽ ആണ് എന്ന് നമുക്കറിയാം അല്ലെ. ഒരു പാരലൽ ലൈനിനെ മറ്റൊരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കറസ്പോണ്ടിങ് ആംഗിൾ ആണ് ഈ രണ്ടെണ്ണം. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി അല്ലെ. ഈ കറസ്പോണ്ടിങ് ആംഗിൾ ആരൊക്കെയാണ്? രണ്ട് പാരലൽ ലൈൻ, അതിനെ മറ്റൊരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പൊ ഉണ്ടാവുന്ന കറസ്പോണ്ടിങ് ആംഗിൾ ആണ് ഇവിടെയുള്ള രണ്ട് ആംഗിൾ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇ എഫ് ഡി അല്ലെ, ആംഗിൾ ഇ എഫ് ഡി എത്രയായിരിക്കും എന്നുള്ളത് നിങ്ങൾ എന്നെ കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. കറസ്പോണ്ടിങ് ആംഗിൾ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, സമാന കോണുകൾ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ ആൻസറിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മളിങ്ങനെ ഓരോ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. സോ ഒരു ക്ലാസ്സുകൾ പോലും എന്റെ മക്കളെ മിസ് ചെയ്യരുത്. അപ്പൊ നല്ലപോലെ പഠിക്കുക, നമുക്ക് എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.